കൂർക്ക കിട്ടിയപ്പോൾ പൊതിച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കൂർക്ക അരിയുക കേട്ടോ. കൂർക്ക അരിഞ്ഞ് കഴുകി വാരി കഴിഞ്ഞിട്ട് നേരെ കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ആ നേരം കൊണ്ട് നമ്മൾ കുറച്ച് ചെറിയുള്ളിയും ഉണക്കമുളകും കൂടെ കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തു കേട്ടോ. അത് ചതച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൂർക്ക വെന്തെന്ന് നോക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രം വെച്ച് അതും ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറുത്ത് കഴിഞ്ഞ് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ച് പിന്നെ നമ്മൾ ചതച്ച ഉള്ളിയും മുളകും കൂടി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൂർക്കയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചു. കടുക് വറുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് നമ്മൾ ഈ ചെറിയുള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചു. പിന്നെ തേങ്ങ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, തൈര് ഇട്ട്. എന്നിട്ട് നേരെ നമ്മൾ മോര് കാച്ചു കേട്ടോ. മോര് കാച്ചി കഴിഞ്ഞിട്ട് നേരെ സവാളയും പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞ് നമ്മൾ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കും കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നാടൻ മുട്ടയിട്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച് കഴിഞ്ഞിട്ട് ദോശക്കല്ലയിലിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചമ്മന്തി അരച്ചു. പിന്നെ കുറച്ച് മീനുള്ളതുകൊണ്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് അരച്ച് പരട്ടി വറുക്കാനായിട്ട് വെച്ചു.